പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന ആവശ്യവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തുണ്ട്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ നിലവിലുണ്ടെന്നും 3 ഡോസുകളുള്ള വാക്സിൻ സ്വീകരിച്ചാൽ നായ കടിച്ചാലും ജീവൻ രക്ഷിക്കാമെന്നുമൊക്കെ KGMO പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ള കുട്ടികൾക്ക് ആദ്യം പ്രതിരോധ കുത്തിവയ്പ് നൽകണമെന്നും KGMOയെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. വിഷബാധ ഏറ്റ ശേഷം ഒരു പ്രതിരോധത്തിനേക്കാൾ കൂടുതൽ വിഷബാധ ഏൽക്കുന്നതിന് മുന്നേ തന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അതായത് മുൻകൂർ പ്രതിരോധം എന്ന ഒരു ആശയമാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. അത് ആളുകളിൽ വളരെ ഫലപ്രദവും, അതുപോലെ ആദ്യത്തെ ദിവസവും പിന്നെ 7ാമത്തെ ദിവസവും 21 28ാമത്തെ ദിവസവും കുത്തിവയ്പ്പ് എടുക്കുന്നതിലൂടെ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് വാക്സിൻ മാത്രമേ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുപോലെ തന്നെ 35% ഈ വിഷബാധ, അതായത് കുട്ടികളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ മുൻഗണനാക്രമം നൽകിക്കൊണ്ട് വളരെ ഫലപ്രദമായി തന്നെ നടത്തണമെന്നാണ് KGMO മുന്നോട്ട് വെക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഇത് അനുശാസിക്കുന്നത് കൂടെയാണ്. അംഗീകൃത വാക്സിനൊക്കെ ഉണ്ട്. സുനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ, ഈ നായ കടിച്ചതിന് ശേഷം പോയി വാക്സിൻ എടുക്കുന്നതിനേക്കാൾ ഇപ്പോൾ പ്രതിരോധ വാക്സിനുകൾ ലഭ്യമാണ്, അത് കൊടുക്കണം എന്നാണ് പറയുന്നത് KGMO പറയുന്ന വാദത്തിലും ഒരു കഴമ്പുണ്ട് അല്ലേ സിനോജ്? അരുൺകുമാർ, കഴമ്പുണ്ട്. കാരണം ആളുകൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല. കാരണം കോവിഡ് കാലത്ത് നമ്മളൊക്കെ തന്നെ പോയി വാക്സിൻ എടുത്താണ്, കോവിഷീൽഡും ഒക്കെ തന്നെ എടുത്തതാണ്, കോവാക്സിനൊക്കെ തന്നെ എടുത്തതാണ്. ആ രീതിയിൽ തന്നെ ഈ തെരുവുനായുടെ ആക്രമണത്തിനെ ചെറുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് ഈ ഡോക്ടേഴ്സ് ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പെട്ടെന്ന് നടപ്പാക്കണമെന്നല്ല, ഒരു ടാസ്ക് ഫോഴ്സിനെ സർക്കാർ നിയമിച്ച് പഠിച്ച ശേഷം അത് നടപ്പാക്കുക. പ്രത്യേകിച്ച് റിസ്ക് കാറ്റഗറി തയ്യാറാക്കണം. കുട്ടികൾക്കാണ് ഇത് ഏറ്റവും അപകടം. കാരണം ഈ 1.5 മാസത്തിനിടെ കേരളത്തിൽ മാത്രം 3 കുട്ടികളാണ് മരിച്ചത്. ലോകത്ത് 59,000 ആളുകളാണ് പ്രതിവർഷം ഈ പേവിഷബാധയേറ്റ് മരിക്കുന്നത്. അതിൽ 20,000-ഓളം ആളുകൾ ഇന്ത്യയിലാണ്. അതിൽ 40% കുട്ടികളാണ്. അതുകൊണ്ട് കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത്. കാരണം ഈ നായയുടെ കടി കഴുത്തിലോ തലയിലോ മുഖത്തോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേവിഷബാധ വൈറസ് തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണ്. അത് അരയ്ക്ക് താഴോട്ട് കാലിലോ മറ്റ് ഭാഗങ്ങളിലാണെങ്കിൽ തലച്ചോറിലെത്താനുള്ള സമയമെടുക്കും. ആ സമയം കൊണ്ട് തന്നെ ഈ പ്രതിരോധ വാക്സിൻ എടുത്ത് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് റിസ്ക് ഫാക്ടർ ഏറ്റവും കൂടുതലുള്ള കുട്ടികൾക്കാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അടിയന്തരമായി ഈ വാക്സിൻ നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം ഈ വന്ധ്യീകരണമൊക്കെ തന്നെ ദീർഘകാല പദ്ധതിയാണ്. അല്ലെങ്കിൽ ഈ നായകളൊക്കെ തന്നെ പിടിച്ചൊരു ഷെൽട്ടറിലാക്കണം. അത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ആളുകളെ സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക എന്നത് ഈ പ്രതിരോധ വാക്സിൻ നൽകുക മാത്രമാണ്. 3 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇനി നായയുടെ കടി ഏറ്റാലും ആൾ മരിക്കില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഒരു ബൂസ്റ്റർ ഡോസ് കൂടെ എടുക്കുകയാണെങ്കിൽ 100% ഗ്യാരണ്ടി ലഭിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഏതായാലും ആരോഗ്യ വകുപ്പും സർക്കാരും ഈ വിഷയം ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഡോക്ടേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺകുമാർ, തീർച്ചയായിട്ടും സുനോജ്, അത് പാലിക്കുക തന്നെ വേണം. 89 പേരുടെ ജീവനാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് പേവിഷബാധയേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ചെറിയ കണക്കല്ല. മരണത്തിൽ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ മരണം എന്ന് പറയുന്നത് പേവിഷബാധയേറ്റുള്ള മരണമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചില വീഡിയോകൾ ഒക്കെ ഉണ്ട്, ആ വീഡിയോ ഒക്കെ കണ്ടാൽ മതി. ആ വീഡിയോ കാണുമ്പോൾ അറിയാം അത്രമാത്രം ദാരുണമാണ്. നമുക്ക് കണ്ടു നിൽക്കൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സ് വല്ലാതെ തകർന്നു പോകും. നമുക്കും അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? നായയുടെ എണ്ണം കുറയ്ക്കണം. നായയുടെ എണ്ണം കുറയ്ക്കണമെങ്കിലോ ഉറവിടങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കണം. മാലിന്യ സംസ്കരണ പദ്ധതിയുമായിട്ടൊക്കെ സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തെരുവ് നായകളുടെ എണ്ണം കുറയുന്നതേയില്ല.